അത് സ്വാധീനം കൊണ്ടോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തു. മിക്കവാറും ഭൂരിപക്ഷം പ്രോസിക്യൂഷൻ വിറ്റ്നസസും ഇതിൽ ഹോസ്റ്റൈലായി. പക്ഷേ അവിടെയെല്ലാം പ്രോസിക്യൂഷനെ സഹായിച്ചത്, നിർണായകമായി മാറിയത് ഇതിൻ്റെ അകത്ത് ഇലക്ട്രോണിക് എവിഡൻസസാണ്. മെഡിക്കൽ എവിഡൻസും പ്രധാനമായിട്ടും ഇലക്ട്രോണിക് എവിഡൻസസും. പക്ഷേ ഈ A1-ൻ്റെ കാര്യത്തിൽ ഈ ഇലക്ട്രോണിക് എവിഡൻസ് വീക്കായി. പ്രോസിക്യൂഷൻ വിറ്റ്നസും ഹോസ്റ്റൈലായി. അതാണ് A1-നെ അക്യൂട്ട് ചെയ്തത്. ഈ അന്ന് ഇത്രയധികം സാക്ഷികൾ കൂറുമാറാനുണ്ടായ ഒരു സാഹചര്യം എവിടെയാണ് അന്ന് പിഴച്ചത്? നേരത്തെ കുറേ അധികം സാക്ഷികൾ കൂറുമാറിയല്ലോ. 24ഓളം സാക്ഷികൾ കൂറുമാറി. അതെ, അത് മിക്കവാറും എല്ലാ ഓവേർട്ട് ആക്ട് പ്രൂവ് ചെയ്യുന്ന മിക്കവാറും ഏതാണ്ട് 32ഓളം പ്രോസിക്യൂഷൻ വിറ്റ്നസസ് ഈ മാർജിനൈസ്ഡ് കമ്മ്യൂണിറ്റി പെട്ടതായിരുന്നു അട്ടപ്പാടിയിൽ. അത് ഈ പ്രതികളുടെ സ്വാധീനം കൊണ്ടും ഭീഷണിപ്പെടുത്തലിലൂടെയാണ് ഈ പ്രോസിക്യൂഷൻ വിറ്റ്നസ് എല്ലാം ഹോസ്റ്റൈലായി മാറി. നമ്മൾ അപ്പീൽ പോകുന്നുണ്ടോ സാർ? ഒന്നാം പ്രതി വിട്ടുപോയത്, അതോടൊപ്പം തന്നെ അപ്പീൽ പോകുന്നതിന് ഗവൺമെൻറ്റിനെ റെക്കമെൻഡ് ചെയ്യും, അഡ്വൈസ് ചെയ്യും. ഇക്കാര്യത്തിൽ ഇപ്പോൾ ജീവപര്യന്തം തടവ് ശിക്ഷയാണ് 12 പ്രതികൾക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു പക്ഷേ എന്തുകൊണ്ടായിരിക്കാം ഈ വിചാരണ കോടതിയിൽ നിന്നും അത്തരമൊരു ശിക്ഷ ഉണ്ടാകാതിരുന്നത്? ടെക്നിക്കൽ നിയമപരമായ റീസൺ, അത് പ്രതികൾക്ക് ഈ വിക്ടിം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്നുള്ള അറിവ് ഇല്ലായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്ഷൻ 8 ഓഫ് സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തു. ആ സ്റ്റാറ്റ്യൂട്ടിൻ്റെ പരിധിയിൽ ആംബിറ്റിലേക്ക് കടന്നു വന്നില്ല. അത് ഇവിടെ അതിൻ്റെ സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ടിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നതിന് പ്രോസിക്യൂഷന് സാധിച്ചു. ശക്തമായ എവിഡൻസസ്, അവൈലബിൾ ആയിട്ടുള്ള എല്ലാ എവിഡൻസും പൂർണ്ണമായി ശക്തമായി കോടതിയിൽ പ്ലേസ് ചെയ്യാൻ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷൻ്റെ വിജയം തന്നെയാണ്. അമ്മ മല്ലിക്ക് എത്രയാണ് തുക നഷ്ടപരിഹാരമായി? പിഴത്തുക എത്രയാണ്? 30 ലക്ഷം. 30 ലക്ഷമാണ് കണ്ടത്, സബ്ജക്ട് ടു കറക്ഷൻ. 30 ലക്ഷം. ഓരോ പ്രതികളും എത്ര രൂപ വീതമാണ് പിഴ അടയ്ക്കേണ്ടത്? 3 ജീവപര്യന്തം ജഡ്ജ്മെൻറ്റ് കിട്ടട്ടെ, എന്നിട്ട് വിശദമായിട്ട് നോക്കാം.